ഹലോ, ഹായ്. എല്ലാ സൗഹൃദങ്ങൾക്കും സ്നേഹം. നമ്മളെല്ലാവരും സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. മറ്റൊരാൾ നമ്മെ ഒരു മുറിയിൽ പൂട്ടിയിട്ടാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നാം ശ്രമിക്കും. അങ്ങനെ തന്നെയല്ലേ പൂർണ്ണരാണെങ്കിലും? എല്ലാ മനുഷ്യരിലും എന്തെങ്കിലുമൊക്കെ അപൂർണതയുണ്ടാകും. എല്ലാവർക്കും തങ്ങളുടെ ബലഹീനതയെക്കുറിച്ച് വ്യക്തമായി അറിയാം. അതിൽ നിന്ന് ഒരിക്കൽ പോലും പുറത്തേക്കിറങ്ങാൻ ആരും ശ്രമിക്കാറില്ല. മറ്റൊരാളുടെ തടവറ നമുക്ക് ബുദ്ധിമുട്ടാണ്, പക്ഷേ നാം സ്വയം നമ്മുടെ ബലഹീനതയെ ആ തടവറയിൽ ഇങ്ങനെ കിടക്കും. ഒരിക്കൽ പോലും അതിൽ നിന്ന് പുറത്തേക്ക് കിടക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം പോലും തോന്നാറില്ല. ചില ആളുകൾക്ക് പേടിയാണ്. അവർ പേടിയുടെ തടവറയിലാണ്. എന്ത് കണ്ടാലും അവർക്ക് പേടിയാണ്. ഒരിക്കൽ പോലും ആ പേടിയൊന്ന് മാറ്റണം എന്നവർ ആഗ്രഹിക്കാറില്ല. മറ്റു ചിലർക്കാവട്ടെ ഒരുപാട് ആളുകൾ കൂടി നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ വല്ലാത്ത പരിഭ്രാന്തിയാണ്. ചിലർക്കാകട്ടെ ചെറിയ ചെറിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ടെൻഷനാണ്. അവർക്ക് ഉറങ്ങാൻ സാധിക്കില്ല. ഇങ്ങനെ മനുഷ്യൻ്റെ ബലഹീനതകൾ ഏറെയാണ്. ഇതിനെയെല്ലാം നമ്മുടെ ഉള്ളിൽ നാം ഒരു തടവറ തീർത്ത് അവിടുത്തെ പ്രതിയായി ജീവിക്കാൻ നമുക്കിഷ്ടമാണ്. ഒരിക്കൽ പോലും എങ്ങനെയാണ് നമുക്കതിനൊന്ന് അതിജീവിക്കാൻ സാധിക്കുക എന്നാരും ചിന്തിക്കാറില്ല. മറ്റൊരാളുടെ തടവറ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ തടവറയിൽ എങ്ങനെയാണ് സ്വതന്ത്രമാണെന്ന് അവകാശപ്പെടുക? ആ തടവറയിൽ നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിച്ചെങ്കിൽ മാത്രമല്ലേ, അതിൽ നിന്ന് പുറത്തേക്ക് പൂർണ്ണമായും നിങ്ങൾ ഇറങ്ങിയെങ്കിൽ മാത്രമല്ലേ നിങ്ങൾ സ്വതന്ത്രമാകത്തുള്ളൂ. അതിനു പകരം നാം ഇങ്ങനെ പറയും, എൻ്റെ ശീലം ഇതാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്, ഇങ്ങനെ ആയിപ്പോയി എന്ന് സ്വയം അങ്ങ് വിലയിരുത്തും. പക്ഷെ അതല്ല വേണ്ടത്. നിങ്ങൾ എങ്ങനെ നിങ്ങൾക്കതിൽ നിന്ന് പുറത്തേക്ക് വരാം? ഒരു മുറിയിൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ശ്വാസം മുട്ടുന്നുവെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഈ തടവറയിൽ കിടക്കാൻ സാധിക്കുന്നത്? നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ ഒന്നിനെയും നാം ബാക്കി വെക്കേണ്ട കാര്യമില്ല. എല്ലാത്തിനെയും അതിജീവിക്കാൻ പഠിക്കണം. നിങ്ങളുടെ ഈ തടവറയിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരിക. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ അവസരങ്ങളെ ഇല്ലാതാക്കുന്നത് നിങ്ങളുടെ തടവറയാണ്. ഓരോവർക്കും സ്നേഹം.